അയാൾ കുറച്ചുകൂടി തളിക്കുമ്പോൾ മഴ ശക്തിപ്പെടുന്നു. തെരുവിലുള്ള ആളുകൾ നനഞ്ഞു കുളിക്കുന്നു. അയാൾ ജനൽ തുറന്നു നോക്കുമ്പോൾ താൻ വെള്ളം തളിക്കുന്ന സ്ഥലത്ത് മാത്രമാണ് മഴ പെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നു. മറുവശത്ത് വെയിലായിരുന്നു. ഇയാൾക്ക് നഗരത്തെ ഈ ടൗൺ മോഡൽ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ സാധിക്കും. ഒരു ദിവസം വൃദ്ധൻ റോഡിൽ വീഴുന്നു. ആ മനുഷ്യൻ അയാളെ എഴുന്നേൽപ്പിക്കാൻ സഹായിക്കുന്നു. റോഡിലെ കുഴി വർഷങ്ങളായി അവിടെയുണ്ടെന്ന് വൃദ്ധൻ പറയുന്നു. അയാൾ മേയർക്ക് കത്തെഴുതി. പക്ഷേ ഒന്നും മാറിയില്ല. ടൗണിലെ പരാതിപ്പെട്ടി കണ്ടപ്പോൾ ആ മനുഷ്യന് ഒരു ആശയം തോന്നി. അയാൾ അത് വീട്ടിലേക്ക് കൊണ്ടുപോയി. അതിൽ താമസക്കാരുടെ പരാതികൾ നിറഞ്ഞിരിക്കുന്നതായി കണ്ടെത്തി. അത്യാഗ്രഹിയായ മേയർ ഒന്നും ചെയ്തിട്ടില്ല. അയാൾ മോഡലിനു മുകളിൽ കുനിഞ്ഞ് ട്വീസറുകൾ ഉപയോഗിച്ച് കുഴി നന്നാക്കുന്നു, മാലിന്യം നീക്കം ചെയ്യുന്നു, ബിന്നുകൾ അടുക്കി വെക്കുന്നു, ഉണങ്ങിയ മരങ്ങൾ പിഴുതെടുക്കുന്നു. ഓരോന്നായി അയാൾ നഗരത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. പതിയെ തെരുവുകൾ വൃത്തിയായി മാറുന്നു. ഒരു നായയുടെ കുര അയാളുടെ ശ്രദ്ധ ആകർഷിക്കുന്നു. അയാൾ ഒരു എല്ലിൻ കഷണം എറിഞ്ഞുകൊടുക്കുന്നു. ആ നായ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ എല്ലായിരുന്നു അത്. നേരം പുലർന്നപ്പോൾ താമസക്കാർ നഗരം വൃത്തിയുള്ളതും അടുക്കമുള്ളതുമായി കാണുന്നു. സ്ഥലം മാറാൻ ആഗ്രഹിച്ച ആളുകൾ അവിടെ തന്നെ തുടരാൻ തീരുമാനിക്കുന്നു. ആ മനുഷ്യൻ അതീവ സന്തോഷവാനായി. പക്ഷേ ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നു.